കുട്ടി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യമോ സ്വപ്നമോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും. ചില കാര്യങ്ങളിലെ യാഥാർത്ഥ്യം വേർതിരിച്ചെടുക്കുന്നത് പ്രയാസം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ആദ്യമായി കഥകൾ കേൾക്കാൻ വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം. കമൻറ്റുകളിലൂടെ നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ അറിയിക്കുക. ഇനി കഥയിലേക്ക്. ഏതാണ്ട് 90കളിൽ തന്നെയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. 90കളിലെ ഒരു മഴക്കാലം. മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായ അനുഭവമാണിത്. അദ്ദേഹത്തിൻ്റെ പേര് ബിനീഷ് എന്നാണ്. ബിനീഷ് ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് കോട്ടയമാണ്. ഒരിക്കൽ അദ്ദേഹം പെങ്ങളുടെ വിവാഹ ആവശ്യത്തിനായി അവധിയെടുത്ത് സ്വന്തം നാടായ കോട്ടയത്തെത്തി. കല്യാണവും മറ്റു ചടങ്ങുകളുമെല്ലാം കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ ഒരാഴ്ച നീണ്ട അവധി കഴിഞ്ഞ് ബിനീഷ് തിരികെ ജോലിസ്ഥലമായ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി. ഒരു ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹം കോട്ടയത്തു നിന്നും ബസ്സിൽ കയറി യാത്ര തിരിച്ചു. നല്ല മഴയുള്ള സമയത്താണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. ചന്നം ഭിന്നം മഴ പെയ്തുകൊണ്ടിരുന്നു. കല്യാണത്തിൻ്റെ തിരക്കുകളും മറ്റുമായി ഓടി തളർന്നുകൊണ്ട് തന്നെ ബിനീഷിന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ബസ്സിലിരുന്ന് ഉറങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയത്ത് രാത്രി ഒരു 10 മണി സമയത്ത് ബിനീഷ് തൻ്റെ വാടക വീട്ടിലെത്തി. വാടക വീടെന്ന് പറഞ്ഞാൽ ഓടിട്ട ഒരു കൊച്ചു വീടാണത്. അവിടെ ബിനീഷും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമാണ് താമസിക്കുന്നത്. സുഹൃത്ത് ജോൺ മാത്യു ഹോസ്പിറ്റൽ ജീവനക്കാരനാണ്. രാത്രി 10 മണി കഴിഞ്ഞ സമയത്ത് ബിനീഷ് എത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയാണ്. ജോണിന് നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ അദ്ദേഹം ജോലിക്ക് പോയി. ഒരു താക്കോൽ ബിനീഷിൻ്റെ കൈവശമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം വീട് തുറന്നു. വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതിനാൽ ഒന്നുറങ്ങിയാൽ മതിയെന്നായിരുന്നു ബിനീഷിന്. കല്യാണത്തിൻ്റെ ക്ഷീണവും യാത്രാക്ഷീണവും എല്ലാം കൊണ്ട് തന്നെ അദ്ദേഹം ഉറങ്ങുവാൻ കിടന്നു. ഒന്ന് മയങ്ങി തുടങ്ങിയ നേരത്താണ് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. മഴ ശക്തിയായി തന്നെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും വാതിലിൽ മുട്ടുന്ന ശബ്ദം ബിനീഷ് കേട്ടിരുന്നില്ല. മഴയുടെ ഇരമ്പലിൽ തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി അദ്ദേഹം വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി. ഇക്കുറി അല്പം ശക്തിയായി തന്നെ വാതിലിൽ തട്ടുന്ന ശബ്ദം. ഉറക്കമായതിനാൽ തന്നെ സമയം എത്രയായി കാണുമെന്നും ബിനീഷിന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ കുറേശ്ശെ പേടിയുമുണ്ട്. വീണ്ടും വീണ്ടും ശക്തിയിലുള്ളൊരു മുട്ടുകേട്ട് മനസ്സിൽ തെറിയും പറഞ്ഞ് അദ്ദേഹം വാതിൽ തുറന്നു. നല്ല മഴയും കൂരാക്കൂരിരുട്ടുമായതിനാൽ പുറത്ത് ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. മഴ പെയ്താൽ കറന്റ് പോകുന്ന സ്ഥലമായതുകൊണ്ട് യാതൊരു വെളിച്ചവും ആ പ്രദേശത്തെങ്ങുമില്ല. ബിനീഷിന് ശരിക്കും പേടി തോന്നി. അദ്ദേഹം പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറത്തെ മഴയിൽ നിന്നൊരു ശബ്ദം. ബിനീഷേ. ബിനീഷ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. മഴയിൽ കുളിച്ചൊരു രൂപം അവിടെ നിൽക്കുന്നതായി കാണാം. മുഖം വ്യക്തമാവുന്നില്ലായിരുന്നു. നല്ല പരിചയമുള്ള ശബ്ദത്തിനുടമയാണത്. പെട്ടെന്ന് ബിനീഷിന് ആളെ മനസ്സിലായി. 2 വീടിൻ്റെ അപ്പുറത്തുള്ള ബൈജു ആയിരുന്നു അത്. എടാ, നീ എന്താടാ ഈ പാതിരാത്രി മഴയത്ത്? എന്താ കാര്യം? ബിനീഷ് ചോദിച്ചു. അളിയാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അതാ നീ വന്നെന്നറിഞ്ഞ് ഈ സമയത്ത് ഞാൻ വന്നത്, ബൈജു പറഞ്ഞു.
നീ ആദ്യം മഴയത്തൊന്നൊന്ന് കയറ്, വാ അകത്തേക്ക് കയറ്, ബിനീഷ് പറഞ്ഞു. അങ്ങനെ ബൈജു വീടിനകത്ത് കയറി. ബിനീഷ് ബാഗിൽ നിന്നും ഒരു മെഴുകുതിരി തപ്പിയെടുത്ത് കത്തിച്ചു വെച്ചു. ബിനീഷിന്റെ കട്ടിലിന്റെ അടുത്ത് കിടന്ന മരക്കസേരയിൽ ബൈജു ഇരുന്നു. അവന്റെ തലയിൽ നിന്നും മഴവെള്ളം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അഴയിൽ കിടന്ന ഒരു തോർത്തെടുത്ത് ബിനീഷ് ബൈജുവിന്റെ നേരെ നീട്ടി. അയാൾ അത് വാങ്ങി തലയിലൊന്ന് തുവർത്തിയതായി ഭാവിച്ച ശേഷം തിരികെ അഴയിലിട്ടു. ബൈജു ആകെ അസ്വസ്ഥനായി കാണപ്പെട്ടു. എന്താ, നീ കാര്യം പറ, ബിനീഷ് അക്ഷമനായി. എടാ, അമ്മയ്ക്ക് അസുഖം ഇത്തിരി കൂടുതലാ. നീ സ്ഥിരം തരാറുള്ള ആ ഗുളികകൾ ഇപ്പോൾ തീർന്നു. 1 മാസത്തേക്കുള്ളത് തരാമോ? എൻ്റെ കയ്യിൽ കാശുമില്ല. നീ വിഷമിക്കേണ്ട, മരുന്ന് എൻ്റെ ബാഗിലുണ്ട്, ഞാൻ തരാം. നീ ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ, ബിനീഷ് പറഞ്ഞു. അപ്പോൾ തന്നെ ബിനീഷ് ബാഗിലുണ്ടായിരുന്ന ഗുളികകൾ എടുത്ത് പൊതിഞ്ഞ് മുന്നിലുള്ള മേശമേൽ വെച്ചു. ഉറക്കം വീണ്ടും ബിനീഷിനെ പൊതിഞ്ഞു തുടങ്ങി. ബൈജു വീണ്ടും അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബിനീഷ് പാതി മയക്കത്തിൽ എന്നതുപോലെയായി. നീ പോകുമ്പോൾ ആ വാതിലൊന്ന് ചാരിയിട്ട് പോയിക്കോ, എനിക്ക് നല്ല ഉറക്കം വരുന്നടാ, അതാ, പറഞ്ഞുകൊണ്ട് ബിനീഷ് ഗാഢനിദ്രയിലാണ്ടു. മഴയുടെ ഇരമ്പൽ കൂടി വന്നു. കത്തിച്ചു വെച്ച മെഴുകുതിരി ഉരുകിത്തീർന്നു. പുലർച്ചെ ഡ്യൂട്ടി കഴിഞ്ഞ് ജോൺ വന്നു വിളിക്കുമ്പോഴാണ് ബിനീഷ് ഉണർന്നത്. അപ്പോഴേക്കും മഴ തോർന്നിരുന്നു. നീ എന്താടാ വാതിലും തുറന്നിട്ടാണോ ഉറങ്ങുന്നത്? കള്ളം കയറിയാൽ പോലും അറിയില്ലല്ലോ, ജോൺ ചോദിച്ചു. അത് പിന്നെ ആ ബൈജു അടയ്ക്കാതെ പോയതായിരിക്കും, ബിനീഷ് ഉറക്കച്ചടവോടെ പറഞ്ഞു. ബൈജുവോ? ജോൺ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എടാ, നമ്മുടെ ബൈജു ഇന്നലെ രാത്രി ഗുളിക വാങ്ങാൻ വന്നിരുന്നു, ബിനീഷ് പറഞ്ഞു. എടാ എടാ നീ തമാശ പറയുന്നതാണോ? ജോൺ ചോദിച്ചു. തമാശ പറയാൻ എനിക്ക് എന്നാ വട്ടുണ്ടോ? ബിനീഷ് ദേഷ്യഭാഗത്തിൽ പറഞ്ഞു. ജോണിൻ്റെ മുഖത്ത് ഒരു ഭയം നിഴലിച്ചു. അവൻ ബിനീഷിനോട് പറഞ്ഞു. ബൈജു 2 ദിവസം മുൻപ് ആത്മഹത്യ ചെയ്തു. നീ കല്യാണത്തിരക്കിലായതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ബിനീഷിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. നട്ടെല്ലിലൂടെ ഒരുതരം മരവിപ്പ്. അപ്പോൾ ഇന്നലെ എന്നോട് കുറെ സംസാരിച്ചിട്ട് പോയത്, അത്... ബിനീഷിൻ്റെ ശബ്ദം പാതിയിൽ മുറിഞ്ഞു. രാത്രിയിൽ പൊതിഞ്ഞു വെച്ച ഗുളിക അതേപോലെ തന്നെ മേശപ്പുറത്തിരിക്കുന്നു. നമുക്ക് അവൻ്റെ വീട് വരെ ഒന്ന് പോകാം, ബിനീഷ് ജോണിനോട് പറഞ്ഞു. ശരിയാ, മരിച്ച സമയത്ത് നീ ഇവിടെ ഇല്ലല്ലോ, നമുക്കൊന്ന് പോകാം. പഴയ ഒരു ഓടിട്ട വീടായിരുന്നു ബൈജുവിൻ്റേത്. വെട്ടുകല്ലിൽ പണിത വീട്, തേയ്ക്കാത്ത ചുവരുകൾ. അകത്തെ കട്ടിലിൽ അവൻ്റെ അമ്മ കിടപ്പുണ്ട്. അവർ ഞങ്ങളെ കണ്ടതും കരയുവാൻ തുടങ്ങി. അവരുടെ കൈ പിടിച്ച് ആശ്വസിപ്പിച്ച ശേഷം ആ ഗുളികയുടെ പൊതിയെടുത്ത് അവരുടെ നേരെ നീട്ടി. അവർ കരഞ്ഞുകൊണ്ടത് വാങ്ങിച്ചു. ഇന്നലെ രാത്രി മുതൽ കഴിക്കാനുള്ള മരുന്ന് തീർന്നായിരുന്നു. ഇനി എന്തു ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവർ കൈകൂപ്പി തൊഴുതു. അത് കേട്ട് എന്തു വികാരമാണ് ഞങ്ങൾക്കുണ്ടായതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഭയമാണോ, സങ്കടമാണോ, അത്ഭുതമാണോ? ആ സമയത്ത് ശരിക്കും ഒരു ഞെട്ടലുണ്ടായി എന്നുള്ളത് സത്യമാണ്. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കഥകളുമായി ഞങ്ങൾ ഇനിയും വരും. അതുവരെ ബൈ.